ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വഴിവിളക്കോ ആത്മബന്ധമോ ഒക്കെ ഉണ്ടാകും. ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത വിധത്തിലുള്ള ചില ബന്ധങ്ങൾ, മനോഹാരിത എന്തെന്ന് ആസ്വദിക്കാനായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം കൂടി തിരികെ പോയി കഴിഞ്ഞാൽ പിന്നെ കാരാഗ്രഹത്തിലാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ അവസാന യാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പള്ളിപാടും കാൽച്ചിലമ്പിൻ്റെയും ഒക്കെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ രൂപവും എനിക്ക് കൊണ്ടുപോകണം എന്ന്. മൂന്ന് തവണ ന്യൂമോണിയ വന്ന ഒരു ഭാഗ്യവാനാണ് ഞാൻ. ICUവിലായിരുന്നു. ഈയിടെയാണ് പുറത്തേക്ക് വന്നത്. ഭട്ടതിരിയുടെ ഒരു സംരംഭത്തിന് വരാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹവും MTയും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശീർഷകങ്ങൾ MTക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ വ്യത്യസ്തമാകുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ നാടകങ്ങൾക്കും എൻ്റെ കഥകൾക്കും ഒക്കെ അദ്ദേഹം വരച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ആത്മബന്ധമുണ്ടാകുന്നത് അദ്ദേഹത്തിന് MTയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ MTയുടെ കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അല്പനേരം സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ടിനെയും കുറിച്ചല്ല. എങ്ങനെയാണ് മൂന്നാമതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് എന്ന് പറയാനാണ്. ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വഴിവിളക്കോ ആത്മബന്ധമോ ഒക്കെ ഉണ്ടാകും. ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത വിധത്തിലുള്ള ചില ബന്ധങ്ങൾ, അത് മരണത്തിൽ വരെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി എന്നും വരാം. സൂര്യയുടെ ഒരു ആനിവേഴ്സറിക്ക് ജമിനി ഗണേശൻ വന്നിരുന്നു. കാതൽ മന്നൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പലർക്കും അറിയാം. 4 ഭാര്യമാരുണ്ട്, കുറേ മക്കളുമുണ്ട്. എല്ലാവരും മിക്കവാറും എല്ലാം പെൺകുട്ടികളാണ്. ഈയിടെ ഈ പല ഭാര്യമാരിലുള്ള പെൺകുട്ടികളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ കോളേജിലേക്ക് കൂടുന്ന ഗെറ്റ് ടുഗദർ പോലെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഹൗസ് അറസ്റ്റിലായിരുന്നു. കാരണം അദ്ദേഹം ഭാര്യമാരുടെ എണ്ണം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ നോക്കാൻ വന്ന ഒരു ഹോം നഴ്സുമായി അദ്ദേഹം അടുത്തു. ഭാര്യമാരൊന്നും തന്നെ അടുത്ത് പോകാറില്ല, മക്കളാരും തന്നെ അടുത്ത് പോകാറില്ല. രേഖയൊക്കെ അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ ആ ഹോം നഴ്സുമായി കുറച്ച് കാര്യമായ അടുപ്പമുണ്ടായപ്പോൾ അദ്ദേഹത്തിനെ പൂർണ്ണമായ ഹൗസ് അറസ്റ്റിലാക്കി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു, ഇവിടെ നിന്ന് വരണം, ഇങ്ങനെയുള്ള വെറ്ററൻസിനെ ആദരിക്കുന്ന അവർ പങ്കെടുക്കേണ്ടതാണ് ഈ ചടങ്ങുകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത് അവിടുത്തെ ആൾക്കാരാണ്, അദ്ദേഹമല്ല. അതിലൊരു കണ്ടീഷൻ പറഞ്ഞത് ഈ ഹോം നഴ്സ് കൂടെ വരരുത് എന്നുള്ളതാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷെ അവിടെ നിന്ന് ഹോം നഴ്സിൻ്റെയും വീട്ടുകാരുടെയും ഒരു കൺട്രോളിൽ തന്നെയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടലിൽ താമസിച്ചു. 2 ദിവസം ഇവിടെ എല്ലാം നടന്ന് കണ്ടു. ഇതിൽ വളരെ ഉത്സാഹത്തോടെ ഈ മേളയിൽ പങ്കെടുത്തു, ഇതൊക്കെ ചെയ്തു. എന്നിട്ട് പോകാനുള്ള ദിവസം രാവിലെ എൻ്റെ അടുത്ത് അങ്ങോട്ട് പങ്കജ് ഹോട്ടലിലോട്ട് വരാനായിട്ട് പറഞ്ഞു. ഞാനവിടെ പോയി. അദ്ദേഹം ചോദിച്ചു, ഒരു ദിവസം കൂടെ ഞാനിവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹാരിത എന്തെന്ന് ആസ്വദിക്കാനായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം കൂടി തിരികെ പോയി കഴിഞ്ഞാൽ പിന്നെ കാരാഗ്രഹത്തിലാണ്.
കാതൽ മന്നൻ എന്നാണ് പേര്. എത്രയോ പെൺകുട്ടികൾ പുറകെ നടക്കുന്ന ഒരു കാതൽ മന്നൻ്റെ അവസാന കാലമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം കൂടെ ഞാൻ താമസിച്ചോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് പോകുന്ന ഓഡിറ്റോറിയത്തിൽ മറ്റിടത്തൊക്കെ പോകാൻ നേരത്തെ അദ്ദേഹം ചോദിച്ചു. അതും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ഒരു 100 രൂപ കടം തരാമോ എന്ന് ചോദിച്ചു. എനിക്കൊരു 100 രൂപ തരാമോ എന്ന് ചോദിച്ചു. പട്ടതിരിക്കറിയാം. ഒരു 100 രൂപ കടം തരാമോ? അവിടെ ചെന്നിട്ട് ഞാൻ തിരികെ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ 100 അല്ല എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് 1000 രൂപ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തിരികെയിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ആവശ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മെരിലൻഡ് സ്റ്റുഡിയോയിൽ പോകണം. ഞാനവിടെ അവസാനമായി അഭിനയിച്ച സിനിമയിൽ ശിവനായിട്ടാണ്. എനിക്ക് ആ സ്റ്റുഡിയോ ഫ്ലോറിലൊന്ന് നിൽക്കണം. ടാക്സി ഫെയറാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്ന് 100 രൂപയുള്ളൂ അവിടെ നിയമം വരെ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അറേഞ്ച് തരാം കാറ്. എന്നിട്ട് മെരിലൻ സ്റ്റുഡിയോയിൽ അവിടെ വിളിച്ച് പറഞ്ഞ് എല്ലാ ഏർപ്പാടും ചെയ്തു. ഒരു കാറും അറേഞ്ച് ചെയ്ത് പങ്കജ് ഹോട്ടലിൻ്റെ മുന്നിൽ വന്നു. അദ്ദേഹത്തിനെ പിടിച്ച് ബാക്കിൽ പിടിച്ച് കയറാനൊക്കെ പ്രയാസമുണ്ട്. ബാക്ക് സീറ്റ് കയറ്റി കഥകടച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒപ്പം ഇരിക്കുന്ന ഞാൻ അശക്തനാണ്. എന്നിട്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് നിൽക്കണം. എല്ലാ സ്റ്റുഡിയോയ്ക്കും ഒരു പ്രത്യേക ഗന്ധമുണ്ട്. എനിക്കത് ആവോളം ശ്വസിക്കണം. എൻ്റെ അവസാന യാത്രയിൽ ആ ഗന്ധം എനിക്ക് കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ആ ഗന്ധം എന്നോടൊപ്പം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ ഇത് നടന്ന കഥ, അത് കഥയാക്കിയിട്ടുണ്ട്, ചെറുകഥയായി. ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി ആക്സിഡൻറ്റിൽ പെടുന്നു, കോമയിലായി. എനിക്ക് തോന്നുന്നു കൃഷ്ണമണി മാത്രം കുറച്ച് അനങ്ങും, അല്ലെങ്കിൽ വേറെ എല്ലാ ശരീരഭാഗങ്ങളും നിശ്ചലമായി കഴിഞ്ഞു. അമ്മയും അച്ഛനും കൂടി ഒരു ഹോസ്പിറ്റൽ റൂമിൽ അഡ്മിറ്റ് ചെയ്ത് കാവലിരിക്കുന്നു. മരണത്തെ കാത്തു കഴിയുന്നു എന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയം ഒരു ചെറുപ്പക്കാരൻ മുറി മാറി ഇതിലോട്ട് വരുന്നു, ഈ മുറിക്കകത്ത് കയറുന്നു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുറി മാറി കയറിയതാണ്, ക്ഷമിക്കണം. പക്ഷെ അവർ അവിടെ ഇരുത്തി, അവർ സംസാരിച്ചു. ഇയാൾ ഈ പെൺകുട്ടിയെ കണ്ടു. അടുത്ത ദിവസവും ഈ അമ്മയും അച്ഛനെയും സമാധാനിപ്പിക്കാനായി ചെറുപ്പക്കാരൻ അവിടെ വന്നു. ഈ പെൺകുട്ടിയെ കണ്ടു, പിന്നെ പോയി. അതൊരു പതിവായി. ക്രമേണ മരിച്ചു പോകും എന്നറിഞ്ഞിട്ട് തന്നെ, കോമയിലാണ് എന്നറിഞ്ഞിട്ട് തന്നെ അയാൾക്ക് ആ പെൺകുട്ടിയോട് ഒരു അനുരാഗം ഉണ്ടാകുന്നു. ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ടും ഉണ്ടായി എന്നതാണ് സത്യം. അനങ്ങുന്ന ചെറിയ കൃഷ്ണമണികളുണ്ട്, അവളത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമുക്കൊരു ഉൾവിളി പോലെ ഒരു ദിവസം ആ പെൺകുട്ടിക്ക് തോന്നി, ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ് എന്ന്. എങ്ങനെയാണെന്നറിയില്ല, ആ കണ്ണിൻ്റെ ചലനം കൊണ്ടോ അതോ ഉള്ളിലുള്ള തീവ്രമായ പ്രണയത്തിൻ്റെ ശക്തി കൊണ്ടോ അയാളെ അടുത്തേക്ക്, ബെഡിനടുത്തേക്ക് വിളിച്ചു, തൊട്ടടുത്തിരുത്തി. എന്നിട്ട് ആ കൃഷ്ണമണി കൊണ്ട് അയാളുടെ കൃഷ്ണമണിയിൽ നോക്കി. എന്നിട്ട് ഓരോ മനുഷ്യനും ഓരോ ഗന്ധമുണ്ടാവും. ആ പെണ്ണ് ഇയാളുടെ ഗന്ധമാവോളം ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റി. അവസാനം കണ്ട രൂപം കാമുകൻ്റെയും, ശ്വസിച്ച ശ്വാസത്തിന് കാമുകൻ്റെ ഗന്ധവും. അങ്ങനെ ആ പെൺകുട്ടി അങ്ങ് പോയി. ഇത് ഇത്രയും പറയാൻ കാരണം, ഇതുപോലൊരു
അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, അങ്ങനെ ഒരു രൂപം അങ്ങേക്കുണ്ടോ? മരണത്തിൽ കൊണ്ടുപോകാനായി ഒരു രൂപമോ ഗന്ധമോ ഉണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഉണ്ട്. ആ രൂപം മേലേക്കാവിലെ വെളിച്ചപ്പാടിൻ്റെ രൂപമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആദ്യമായി വെളിച്ചപ്പാടിനെ കാണുന്നത് ആ മേലേക്കാവിലെ അവിടെ വെച്ചാണ്, അമ്പലത്തിൽ വെച്ചാണ്. കൈച്ചിലമ്പും കാൽച്ചിലമ്പും അരമണിയും ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഇങ്ങനെ പോകുന്ന ആ വെളിച്ചപ്പാടിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ ആഞ്ഞു തറച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എൻ്റെ അവസാന യാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പള്ളിപാടും കാൽച്ചിലമ്പിൻ്റെയും ഒക്കെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ രൂപവും എനിക്ക് കൊണ്ടുപോകണം എന്ന്. ഒരിക്കൽ അദ്ദേഹം ഒരു വയലിൻ്റെ വരമ്പിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണാതെ, അദ്ദേഹം ഉള്ളതവിടെ അറിയാതെ ഈ വെളിച്ചപ്പാട് ഈ വരമ്പത്തുകൂടെ നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽച്ചിലമ്പിൻ്റെയും കൈച്ചിലമ്പിൻ്റെയൊക്കെ ശബ്ദം കുറഞ്ഞു വരുന്നു. എം.ടി നോക്കുമ്പോൾ ഈ വലിയ രൂപം ചെറുതായി പോകുന്നു. ഒടുവിൽ അങ്ങ് ദൂരെ പോകുമ്പോൾ ശബ്ദമില്ലാതാകുന്നു, രൂപമില്ലാതാകുന്നു. അങ്ങനെ ആയിരിക്കണം എം.ടി അവസാനം യാത്ര പറഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ആ ഇൻ്റർവ്യൂവിൽ അത് അദ്ദേഹം വളരെ ക്ലിയറായി പറയുന്നുണ്ട്. അത്ര വലിയൊരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നിട്ട് അദ്ദേഹം പോയി. അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ശീർഷകങ്ങൾ രചിക്കുവാനും ആ ശീർഷകങ്ങൾക്ക് ജീവൻ വയ്ക്കുവാനും കഴിയുകയുള്ളൂ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.